നമസ്കാരം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. മയക്കുമരുന്നിന് അടിമയായ പിതാവ് 18 വയസ്സുള്ള മകളെ വെട്ടിക്കൊന്നു. കുഞ്ചത്തൂർ തുമ്മിനാട് സ്വദേശിയായ 18 വയസ്സുകാരിയാണ് പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ജുമൈല എന്ന യുവതിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവായ ഉമ്മറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ വെച്ചുണ്ടായ തർക്കത്തിനിടെയാണ് അക്രമമുണ്ടായതെന്നാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ. വെട്ടേറ്റ ജുമൈലയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതി ഉമ്മർ ലഹരിക്ക് അടിമയായിരുന്നു എന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. സംഭവം അതായത് ഈ ക്രൂരകൃത്യം നടത്തുമ്പോൾ പ്രതി ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് വ്യക്തമായിരിക്കുന്നത്. സംഭവത്തിന് ഉപയോഗിച്ച ആയുധം മഞ്ചേശ്വരം പോലീസ് കണ്ടെടുത്തിരിക്കുകയാണ്. പിതാവിൻ്റെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ഞങ്ങൾ കിട്ടുന്ന വിവരം. പിതാവിൻ്റെ മയക്കുമരുന്ന് ഉപയോഗത്തിന് ഈയൊരു പെൺകുട്ടി വലിയ രീതിയിൽ എതിർത്തിരുന്നുവെന്നും അത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നുവെന്നും ഇതിൽ പ്രകോപിതനായ പിതാവാണ് 18 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ. എന്തായാലും കൃത്യമായ ഇതിൻ്റെ കാരണം പോലീസ് കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഓരോ വീട്ടിലും നാളെ ഇത് സംഭവിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് പ്രത്യേകം എല്ലാവരും ഓർമ്മിക്കുക. കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സുരക്ഷിതമല്ല എന്നാണ് ഈ ഒരു കൊലപാതകം തെളിയിക്കുന്നത്. നേരത്തെ ഇതേ മഞ്ചേശ്വരത്ത് തന്നെ ഒരു ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത്ഭുതകരമായിട്ടാണ് അന്ന് ആ ഉമ്മ രക്ഷപ്പെട്ടത്. കവിളൊക്കെ മുറിഞ്ഞ് മുഖമൊക്കെ വെട്ടി നിലയിലാണ് ആ ഉമ്മയെ അന്ന് കണ്ടെത്തിയത്. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കാസർഗോഡ് നടന്നിട്ടുണ്ട്. അതിൽ ചിലത് കേസാകാതെയും പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് നവവരൻ വധുവിനെ ആക്രമിച്ചത്. അതും ഹണിമൂൺ ട്രിപ്പിനിടെയാണ് മയക്കുമരുന്ന് ഉപയോഗിച്ച് സംശയരോഗം മൂത്തിട്ട് ആ വധുവിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ യുവതിക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നെങ്കിലും അത് കേസാകാതെ മാറിപ്പോവുകയായിരുന്നു. ആ യുവതി ഡൈവോഴ്സ് വാങ്ങിച്ച് അവിടെ ജീവിതം കൊണ്ടുപോയി. അതുപോലുള്ള സംഭവങ്ങളാണ് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. നിങ്ങളുടെ വീട്ടിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നന്ദി, നമസ്കാരം.